വന്നതിന് ശേഷം ബിജെപി ഡൽഹിയിൽ ഭരണം പിടിച്ചപ്പോൾ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം കണ്ടെത്തിയ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് ശ്രീമതി രേഖാ ഗുപ്തജിക്ക് ആലപ്പുഴ ഈ നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണം കൊടുക്കുകയാണ്. ആദ്യമായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി കെ ബിനോയ് അവരെ ക്ഷണിക്കുന്നു. രണ്ടാമതായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ എം ജെ ജോബ് അവർ സ്വീകരിക്കുന്നു. പി കെ വാസുദേവ്ജി ആലപ്പുഴ ജില്ലയുടെ ആലപ്പുഴ മണ്ഡലത്തിന്റെ ഇൻചാർജ് കൂടിയുള്ള ശ്രീ പി കെ വാസുദേവ്ജി പാർട്ടിയുടെ ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഡി ജി സാരഥിയെ ക്ഷണിക്കുന്നു. പാർട്ടിയുടെ മാരാരിക്കുളം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സനീഷ് കുമാർ അവരെ ക്ഷണിക്കുന്നു. മാരാരിക്കുളം ആലപ്പുഴ നിയോജക മണ്ഡലങ്ങളുടെ പ്രസിഡന്റുമാരെ മഹിളാ മോർച്ചകളുടെ പ്രസിഡന്റുമാരായിട്ടുള്ള ആലപ്പുഴ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ഷൈനി രതീഷ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നു. മാരാരിക്കുളം മണ്ഡലത്തിന്റെ മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ശ്രീ ആരതി കൃഷ്ണ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നു. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കിഷോർ ബാബു ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബി.ജെ.പിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ കെ പി പരിഷത്തേട്ടൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ടി സജീവ് ലാൽ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബി.ജെ.പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ടി കെ രവിദാസ് അവർ. പാർട്ടിയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം അഡ്വക്കേറ്റ് പി കെ ബിനോയ് അവർ ഉപഹാരം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ എം ജെ ജോബ് അവർ ആദ്യം നമ്മളോട് സംസാരിക്കും. എത്രയും ബഹുമാന്യനായ അധ്യക്ഷൻ, ഏറെ ബഹുമാന്യായ ഡൽഹിയിലെ മുഖ്യമന്ത്രി, പ്രിയങ്കരിയായ ശ്രീമതി രേഖാ ഗുപ്ത, ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് അടക്കമുള്ള വേദിയിലെ സമുന്നതരായ നേതാക്കളെ, ഒരു പ്രസംഗം നടത്തുവാനുള്ള സമയമില്ല. ബഹുമാന്യായ ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് വൈക്കത്തേക്ക് പറന്നെത്തേണ്ടതാണ്. ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ യാത്ര വളരെ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ടും ഇന്ന് രാത്രി തിരിച്ച് ഡൽഹിക്ക് പോകണം എന്നുള്ളത് കൊണ്ടും നമ്മൾ ഇവിടെ ഒരു പ്രസംഗം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ പ്രിയങ്കരിയായ ഡൽഹി മുഖ്യമന്ത്രി ശ്രീമതി രേഖാ ഗുപ്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുമ്പോൾ ഇതൊരു മത്സരത്തെക്കാൾ ഉപരിയായി ഇതൊരു പോരാട്ടമാണ്. ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ വികസനം നടപ്പാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള ആലപ്പുഴയിലെ ജനങ്ങളുടെ പോരാട്ടമാണ്. ഏതായാലും 6.5 ലക്ഷം കോടി രൂപ കടത്തിക്കിടക്കുന്ന പിണറായി വിജയന് ആലപ്പുഴയെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയ ഇന്ന് വികസന രംഗത്ത്
ഈ രാജ്യം നടത്തുന്ന കുതിച്ചു ചാട്ടാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളി നക്ഷത്രമായി ഈ രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ കരങ്ങളിൽ മാത്രമാണ് ഈ സംസ്ഥാനത്തിന്റെ, ഈ ജില്ലയുടെ, ഈ നിയമമണ്ഡലത്തിന്റെ വികസനം നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാൻ അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ രാജ്യത്ത് ഗുജറാത്തിൽ തുടങ്ങിയ വികസനം ഇന്ന് എമ്പാടും എത്തുന്നതിന്റെ ഭാഗമായി BJPയെ അകറ്റി നിർത്തി കേരളത്തിന് BJPയെ വേണ്ട എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും ജനങ്ങളും BJP കേരളത്തിന് വേണം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. ആലപ്പുഴ തച്ച് തകർത്ത് ശവപ്പറമ്പാക്കി 2000 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മളുടെ മുന്നിൽ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തെറ്റിദ്ധരിപ്പിച്ച് പരസ്പരം കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഏതായാലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായിട്ടുണ്ട്. തോമസ് ഐസക്ക് 3 പ്രാവശ്യം മത്സരിച്ചപ്പോഴും രാഷ്ട്രീയ പോരാട്ടമില്ല. തോമസ് ഐസക്ക് കോൺഗ്രസിന്റെ ഒരു നേതാവിന് ഒരു പൂ കൊടുക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആ പൂ വാങ്ങിക്കുന്ന കോൺഗ്രസ് നേതാവ് അസംബ്ലി വരുമ്പോൾ തോമസ് ഐസക്കിന് ഒരു പൂന്തോട്ടം കൊടുക്കും. ഇതായിരുന്നു അഡ്ജസ്റ്റ്മെന്റ്. ഇവിടുത്തെ MLA കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ ആ MLAക്ക് പൂന്തോട്ടം കൊടുത്തു കോൺഗ്രസ് നേതാവ്. അതിന് പകരം ഇന്ന് ഈ ആലപ്പുഴ മണ്ണിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം വരുന്നു. ചിത്തരഞ്ജൻ റോസാപ്പൂ കൊടുക്കുമ്പോൾ ചിത്തരഞ്ജന് പൂന്തോട്ടം കൊടുക്കും. ഈ ഏർപ്പാട് അവസാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അത് ഈ മണ്ണിൽ നമ്മൾ നടപ്പാക്കും. ഈ കള്ളക്കളി അവസാനിപ്പിക്കും. രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടക്കുന്നു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമ്മൾ മുന്നേറുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ താമര വിരിഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒറ്റക്കെട്ടായി നമ്മൾ മുന്നേറുന്നു. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ സഹായവും പിന്തുണയും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. बोलो भारत माता की, बोलो भारत माता की, जय जय BJP, जय जय भारत माता. നമ്മുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനും നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട MJ ജോബിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നമ്മളോട് സംസാരിക്കുന്നതിനുമായി ഡൽഹിയുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമതി രേഖാജിയെ ആദരവോടെ ക്ഷണിക്കുകയാണ്. नमस्कारम. ये माइक इधर आएगा, ऐसे घुमा दो सामने से फ्रंट में. हाँ, थोड़ा इस तरफ. नाइस. आज यहाँ अलपुंजा में आप सबके बीच में पहुंच के दिल्ली से केरल मैं आप सबको प्रणाम करने के लिए आई हूं. और बहुत छोटे में, नो नीड ऑफ ट्रांसलेशन, डोंट वरी. नीड ट्रांसलेशन? यू अंडरस्टैंड माई हिंदी? ओके, थैंक यू माई सिस्टर्स एंड ब्रदर्स. is a beautiful state, and this LAP, this is now called Alpuja. Very beautiful village, very beautiful. काम क्या क्या है? मछली पकड़ने का काम, क्वायर बनाने का काम और टूरिज्म का काम. सालों से हम लोग इस गांव में रहते हैं. केरल में बार बार कुछ लोग कभी एक LDF, कभी UDF, कभी LDF, कभी UDF, अगेन एंड अगेन. जब LDF आता है, करप्शन करता है,
लोगों को फैसिलिटी नहीं देते, तो नेक्स्ट टाइम यूडीएफ आता है, पर इंक्वायरी नहीं करते, करप्शन नहीं पकड़ते, किसी को जेल में नहीं डालते, वो अपना करप्शन शुरू करते हैं। एम आई राइट और रॉन्ग? देन ही डू करप्शन, बट जो पहले वाला है वो उसको पकड़ता नहीं है, उसका करप्शन नहीं करता, लोगों के लिए काम नहीं करता। सालों से केरल इसी विकसित सर्कल के अंदर घूम रहा है, एलडीएफ यूडीएफ, पर केरल ने कभी डेवलपमेंट किया क्या? कभी डेवलपमेंट हुआ क्या? गरीब आदमी को बेनिफिट मिला क्या? कभी मछुआरा भाइयों का जिंदगी बेहतर हुआ क्या? नहीं हुआ। आज भी हमारे लोग अपना घर छोड़ के बाहर जाना पड़ता है नौकरी करने के लिए, पैसा कमाने के लिए। इतना रिसोर्सफुल केरल है, जहां इतने सारे साधन हैं, उसके बावजूद भी हमारे बच्चा लोगों को बाहर क्यों जाना पड़ता है? क्यों बाहर नौकरी के लिए, काम के लिए जाना पड़ता है? क्यों इतने सालों में हमारा विलेज में डेवलपमेंट नहीं हुआ? क्यों हमारा इनकम नहीं बढ़ा? क्या कारण है कि इंफ्रास्ट्रक्चर आज भी, सड़कें टूटी हो, आपके पास बाकी साधन नहीं हो, हॉस्पिटल्स में रिसोर्सेज नहीं है, दवाइयां नहीं है, आज भी स्कूल नहीं है, कॉलेज नहीं है। सालों तक इस केरल राज्य पे शासन करने के बाद भी केरल को डेवलपमेंट नहीं दिया गया, केरल के लोगों का जिंदगी बेहतर नहीं हुआ, इनकम लेवल नहीं बढ़ा। आज हमारा ये सुंदर एरिया डेवलपमेंट की इंतजार कर रहा है। अगर यहां केरल के अंदर डेवलपमेंट हुआ, आज हमारी सिटी में डेवलपमेंट हुआ, और आज यदि NH-66 बना तो जस्ट बिकॉज ऑफ मोदी जी। मोदी जी ने किसानों के लिए किसान सम्मान निधि उनके अकाउंट में भेजा। मोदी जी ने रेहड़ी पटरी वालों को अपना PM स्वनिधि देकर के सपोर्ट किया। मोदी जी ने हम सबको आयुष्मान योजना देके 5 लाख तक का इंश्योरेंस कवर दिया। और आज मोदी जी ने केरल स्टेट के लिए जितना बजट दिया है, कभी कांग्रेस ने सेंटर में बैठे हुए नहीं दिया था, नेवर बिफोर, कभी नहीं दिया। आज जिस तरीके से हमारे केरल में पोर्ट डेवलप हुआ, आज जिस तरीके से रेलवे इंफ्रास्ट्रक्चर डेवलप हुआ, आज हमारे यहां जिस तरीके से लगातार रोडवेज बन रहे हैं, हाईवेज बन रहे हैं, जस्ट बिकॉज ऑफ मोदी गवर्नमेंट इन सेंटर, नॉट बिकॉज ऑफ केरला गवर्नमेंट इन अवर स्टेट। वो लोग जब आते हैं तो सिर्फ अपना पॉकेट भरते हैं, अपना घर भरते हैं, पैसा कमाते हैं, स्कैम करते हैं। कितने सारा स्कैम हुआ केरल में। यूडीएफ आई तो उन्होंने स्कैम किया, और एलडीएफ आया तो उन्होंने स्कैम किया, पर उसका बोझ, उसका बर्डन जो है वो गरीब आदमी पे रहा। जिस तरीके से हमारा ये केरल स्टेट, हमारा ये विलेज, हमारे यहां पे इंडस्ट्रीज हमेशा पीछे रह गई, कभी डेवलपमेंट हमने देखा नहीं। हमारा टूरिज्म पिछड़ता गया, कभी आगे नहीं बढ़ा। मैप्स में दिखाया जाता है केरल कितना सुंदर है,
पर जब रियलिटी चेक होता है तो हमको लगता है कि हमारे पास तो फैसिलिटीज है ही नहीं। आज हमारा व्यापार आगे नहीं बढ़ता है। ज्यादातर लोग मछली पालन का काम करते हैं, पर कोई कोल्ड स्टोरेज नहीं है, मार्केट वैल्यू नहीं मिलता, फैसिलिटी गवर्नमेंट से नहीं मिलता। आज मछुआरा लोग कैसे अपना जीवन यापन करते हैं, कितनी तकलीफ में जीते हैं, ये हर कोई जानता है। आज हर घर का युवा पढ़ाई लिखाई करने के बाद भी विदेश जाता है। जब आज पूरे एशिया में, वेस्ट एशिया में युद्ध चल रहा है, तो हमको कितना टेंशन होता है अगर हमारा कोई रिलेटिव गल्फ में है तो हम लोग कितना परेशान होते हैं। आज यदि डेवलपमेंट हमारे केरल में हो तो हमारे घर से किसी भी सदस्य को बाहर जाने की जरूरत नहीं पड़ेगी। उसको अपने ही राज्य में काम मिलना चाहिए, अपने ही राज्य में जॉब मिलनी चाहिए, फैसिलिटीज मिलनी चाहिए, इंफ्रास्ट्रक्चर मिलना चाहिए ना। वी नीड दैट। हमें ये जो टाइम है, ये जो समय है, डिसीजन का समय है। आइदर वी हैव टू टेक लेफ्ट और राइट। क्या चूज करना है? वो लोग जो सालों से हमारे ऊपर अत्याचार करते हैं, करप्शन करते हैं, जिनके शासन में, जिनकी गवर्नेंस में केरल ने कभी डेवलपमेंट नहीं किया, या मोदी गवर्नमेंट जिनके कारण से आज केरल स्टेट को इतना बड़ा सपोर्ट मिलता है, फाइनेंशियल असिस्टेंस मिलती है, और हम सब के जीवन में उनकी वजह से सोशल सिक्योरिटी मिलती है। मैं आप सबको केवल एक ही निवेदन करने आई हूं। इस समय पूरा भारत आगे बढ़ रहा है, डेवलप कर रहा है। केरल में भी डेवलपमेंट होना चाहिए। विकसित भारत, विकसित केरलम। विकसित भारत और विकसित केरलम के लिए वी नीड एनडीए गवर्नमेंट, वी नीड बीजेपी गवर्नमेंट, एंड वी नीड एमजे जॉब। वी नीड इट। The person who care for us, the person who work for us, dedicated to this city, dedicated to Kerala development, MJ Job हमारे लिए काम करेंगे। He is like brother to all of us. I just requesting you all, please vote and support MJ Job. And vote for BJP, vote for Lotus, vote for Kamal Chin. जय जय केरलम, जय जय केरलम, जय जय भारत माता, जय जय भारत माता। Just vote for yourself, vote for Viksit Keralam, and vote for MJ Job. Thank you so much. നമ്മുടെ ഈ പ്രസംഗം പരിഭാഷപ്പെടുന്നതിന് വേണ്ടി ശ്രീ അഡ്വക്കേറ്റ് കിഷോർ ബാബു അവരുകളെ താങ്ക് യു.
നമ്മുടെ സമ്മേളനം അവിടെ അവസാനിച്ചിട്ടില്ല. നമ്മുടെ പ്രവർത്തകരെല്ലാം അവിടെ തന്നെ ഇരിക്കുക. മാഡം വൈക്കത്ത് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഉണ്ടല്ലേ, ഞങ്ങളെ പാവപ്പെട്ട ഞങ്ങൾക്കില്ല. നമ്മുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന സംസാരിക്കുന്നതിന് വേണ്ടി BDJS-ന്റെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ഏറെ പ്രിയങ്കരായ ശ്രീ T. അയ്യപ്പൻ അവരുകളെ ആദരവ് ക്ഷണിക്കുകയാണ്.